ഹായ് ഗൈസ്, ഇന്നൊരു സംഭവ ബഹുലമായ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് കരുതിയിട്ട് എണീറ്റത്. പക്ഷെ എന്തായിന്ന് അവസാനം പറഞ്ഞു. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും കൊടുക്കാണ്ട് ഒരു അടി എന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഇതിനെന്തെങ്കിലും കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി മുടിയൊക്കെ ചീകി പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പോഴത്തേക്ക് അച്ഛൻ ചായയൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് നോക്കി ഞാൻ എണീക്കുന്ന ടൈം ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായി ഞാനത് ബ്ലർ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ പോയി നോക്കുമ്പോൾ ചെമ്മീൻ ഗൈസ് എന്റെ കഴിവ് തെളിയിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അങ്ങനെ യൂട്യൂബിൽ ഏതോ ചേച്ചീന്റെ വീഡിയോ നോക്കിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെയ്തതായിരുന്നു. എന്തൊക്കെയോ സാധനം മുഖത്തേക്ക് ചടപടേ പടപടേ എന്നൊക്കെ പറഞ്ഞ് തെറിച്ചിട്ട് അവസാനം ഇത് എന്താവൂടെന്ന് ചോദിക്കുന്നത് നിതിൻ ജോസിനോട് ആ ദൈവത്തിന് അറിയാമെന്നാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ചേച്ചി പറയുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമുക്ക് എല്ലാം ഇട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. കിച്ചണിൽ ചെമ്മീൻ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇന്ന് ഞാൻ വെച്ചോട്ടെ ചെമ്മീന്ന്. അപ്പൊ അത് കേട്ട് വന്ന നിതിൻ ജോസ് പറയും അത് വേണോ അമ്മേന്ന്. ഇവന് തീരെ പ്രോത്സാഹനമില്ല ഗൈസ്. ഇനി ചേച്ചി അടുത്ത പറഞ്ഞത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം, നമുക്ക് അതുപോലെ ചെയ്യാം ഗൈസ്. അതിന്റെ ഇടയ്ക്ക് എന്നോട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇടാൻ മറന്നുപോയി. അങ്ങനെ തന്നെ ഓടിപ്പോയി മഞ്ഞളും മുളകൊക്കെ എടുത്തോണ്ട് വരികയാണ്. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. അമ്മ വേറെ കറി ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പോയിക്കണ്ട. ഉണ്ടാക്കി പരീക്ഷ പോയാലൊരു 10 ചെമ്മീനല്ലേ പോവും. ഇവന്റെ മക്കാറൊന്നും എനിക്ക് അത്ര പിടിക്കുന്നില്ല. പിന്നെ പാവല്ലേന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ വിടുന്നത്. യൂട്യൂബിൽ നോക്കണോ, ആൾക്കാരോട് ചോദിക്കണോ, എന്താ? അങ്ങനെ യൂട്യൂബ് ചേച്ചിനോടും അമ്മേനോടൊക്കെ ചോദിച്ചു ഞാൻ എന്തായാലും ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞു. എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഫ്ലോപ്പ് ആയ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടി. അങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫ് കുക്കിങ്ങിൽ ഒതുക്കി ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ശരി, ബൈ.